10 വീട്ടുകാരുടെ ചുമതല ഒരു പാർട്ടി അംഗത്തിന്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ മുതൽ മുകളിലോട്ടുള്ളവർക്ക് സൂപ്പർവിഷന്റെയും മാനേജർമാരുടെയും ചുമതല. ട്രോളുകളും കളിയാക്കലുകളും മുകളിൽ നിന്നുള്ള അപ്രൂവലിന് ശേഷം മാത്രം. ഒരു വീട് പോലും വിട്ടുപോകാതെ എല്ലായിടത്തും ഇറങ്ങി നടന്ന് പ്രചാരണം നടത്താൻ കൃത്യമായി പദ്ധതി തയ്യാറാക്കി CPM. കോൺഗ്രസുകാർ സ്ഥാനാർത്ഥിയെ തേടി അലയുമ്പോൾ CPM ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. മുൻകാലങ്ങളിൽ ഓരോ തെരഞ്ഞെടുപ്പിനെയും CPM സമീപിച്ചിരുന്നത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാർട്ടി തയ്യാറാക്കുന്ന കണക്കിൽ നിന്ന് അണുവിട തെറ്റാതെയാകും ഫലപ്രഖ്യാപനം. എന്നാൽ ഈ കൃത്യത ഇപ്പോൾ ഇല്ലെന്നത് പാർട്ടി നേതൃത്വത്തെ കുറച്ചുകാലമായി അലട്ടുന്ന പ്രശ്നമായിരുന്നു. എന്തായിരിക്കും അതിന് കാരണം? കൂലങ്കുശമായ ആലോചനയ്ക്ക് ശേഷം CPM അതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടി അംഗങ്ങൾക്ക് നാട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല. നാട് ഭരിക്കാനിറങ്ങുന്ന ലോക്കൽ സഖാക്കന്മാരുടെ ധാർഷ്ട്യം അവരെ ജനങ്ങളിൽ നിന്നും അകറ്റിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ CPM നടത്തുന്നത്. ഓരോ വീടുമായും വ്യക്തിബന്ധമുണ്ടാക്കി അവരുടെ വോട്ട് ഉറപ്പാക്കുക എന്ന ചുമതലയാണ് പാർട്ടി അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 10 വീടുകൾക്ക് ഒരു പാർട്ടി അംഗം എന്ന നിലയിലായിരിക്കും സംഘടനാ പ്രവർത്തനം ക്രമീകരിക്കുക. പാർട്ടി അംഗങ്ങൾ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ല എങ്കിൽ കർശനമായി നേരിടുമെന്ന് നേതൃത്വം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 3-4 ബ്രാഞ്ച് കമ്മിറ്റികൾ ചേരുന്ന ബൂത്ത് കമ്മിറ്റികൾക്കാണ് പ്രവർത്തനത്തിന്റെ ഏകോപനം. ഓരോ ബൂത്ത് കമ്മിറ്റിയിലും വരുന്ന 30 മുതൽ 40 വരെയുള്ള പാർട്ടി അംഗങ്ങൾ വീടുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതോടെ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സറിയാനാകുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. ഇതനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ ജയപരാജയ സാധ്യതയും മുൻകൂട്ടി നിശ്ചയിക്കാനാകും. ഓരോ പ്രദേശത്തെയും വീടുകളുമായുള്ള ബന്ധത്തിൽ കുറവുണ്ടാകുന്നു എന്ന തിരിച്ചറിവിലാണ് പാർട്ടി അംഗങ്ങളെ താഴെത്തട്ടിലേക്ക് നിയോഗിക്കാൻ CPM തീരുമാനിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിനും കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ട്രോളുകളും മറ്റുമാകും ഇത്തവണ തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചരണ ആയുധമെന്നതിനാൽ യുവജന വിഭാഗത്തെ ഈ മേഖലയിലേക്ക് തിരിച്ചുവിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. യുവജന സ്ക്വാഡിനാകും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണ ചുമതല. ഓരോ മണ്ഡലത്തിലും ഇതിന് പ്രത്യേകം സംഘങ്ങളുണ്ടാകും. ഏകോപിപ്പിക്കാൻ സംസ്ഥാന തലത്തിലും ചുമതലക്കാരുണ്ടാകും. സ്വന്തം നിലയിൽ പോസ്റ്റുകളും ട്രോളുകളും തയ്യാറാക്കി പാർട്ടിയെ നാണം കെടുത്തുന്ന അവസ്ഥ ഇക്കുറി ഉണ്ടാവില്ല. കൃത്യമായ നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കരുത്, വ്യക്തിഹത്യയോ പ്രകോപനമുണ്ടാക്കുന്നതോ ആയ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത്, മോശം പദങ്ങൾ ഉപയോഗിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട്. വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ട്രോളുകളിലൂടെ സമൂഹത്തിന്റെ ശ്രദ്ധ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകലാതെ നോക്കണമെന്നും നിർദ്ദേശം നൽകി കഴിഞ്ഞു. വനിതാ മതിലിലൂടെ പാർട്ടി സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിച്ഛായ നിലനിർത്തുന്നതിന് വനിതാ സ്ക്വാഡിനെയും നിയോഗിച്ചു കഴിഞ്ഞു. ഓരോ നിയോജക മണ്ഡലത്തിലും വനിതാ സ്ക്വാഡുകൾ പ്രത്യേക സദസ്സുകൾ സംഘടിപ്പിച്ചു വരുന്നു. വനിതാ മതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുതിർന്ന വനിതാ നേതാക്കളാകും യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. ഇതിനു പുറമെ വീടുകൾ കയറിയുള്ള പ്രചാരണവും വനിതാ സ്ക്വാഡിന്റെ ചുമതലയിൽപ്പെടും. ഓരോ വനിതാ അംഗത്തിനും ഇത്ര വീടുകൾ എന്ന നിലയിൽ വീതിച്ചു നൽകിയിട്ടുമുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചാരണം നടത്തുക എന്നതിനാണ് CPM പ്രാമുഖ്യം നൽകുന്നത്. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായിട്ടുള്ള ജനവികാരം മനസ്സിലാക്കുന്നതിനും വേണ്ട സമയത്ത് അതിന് പരിഹാരം കാണുന്നതിനുമൊക്കെയുള്ള ഈ രീതിയിലുള്ള പ്രചാരണം സഹായിക്കുമെന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നു.